ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയമുള്ളവരെ, ഇന്ന് നാം അല്പം ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തുൽ ഇഖ്ലാസ്. സർവശക്തനായ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ആഗ്രഹിക്കുന്നവരാണ് നാം. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് കൊണ്ട് ഹുബ്ബുഹാ സബബുല്ലി മഹബ്ബത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം അവന് കരഗതമാക്കാൻ കഴിയും. കാരണം തന്നെ അന്നഹാ സിഫത്തുർ റഹ്മാൻ, ആ സൂറത്തുൽ ഇഖ്ലാസ് റഹ്മാനായ റബ്ബിൻ്റെ സിഫത്തുകളാണ്. വ അന ഉഹിബ്ബു അൻ അഖ്റഅ ബിഹാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിന്, ഖുൽ ഹുവല്ലാഹു പാരായണം ചെയ്യുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഒരാളുടെ കാര്യം വന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? അവരോട് നിങ്ങൾ അറിയിക്കണം, അന്നല്ലാഹ യുഹിബ്ബുഹു, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം റിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഏറ്റവും വലിയ തൃപ്തി. ആ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ ഏറ്റവും പര്യാപ്തമായ, എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇത് പാരായണം ചെയ്യുന്നതിലൂടെയുള്ള ഗുണങ്ങൾ, ഒന്ന് നാം മുമ്പ് പറഞ്ഞതുപോലെ ഹുബ്ബുഹാ സബബുല്ലി മഹബ്ബത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടം അവന് വരും. രണ്ട്, അതിൻ്റെ ഗുണം പറയുന്നത് സബബുല്ലിൽ വിഖായത്തി വൽ ഹിമായത്തി മിനശ്ശുറൂർ, എല്ലാവിധ ഷെറുകളിൽ നിന്നും അള്ളാഹു അവനെ ഇത് കാരണമായി കാവൽ നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അൻ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ ഖാലത്ത് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ഉമ്മ പറയാണ്, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. കാന ഇദാ അവാ ഇലാ ഫിറാശിഹി ജമഅ കഫൈഹി ثم نفث فيهما وقرأ فيهما قل هو الله أحد قل أعوذ برب الفلق قل أعوذ برب الناس ثم يمسح بهما ما استطاع من جسده. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് വന്നാൽ അള്ളാഹിൻ്റെ ഹബീബ് ഒന്നുമൊക്കെ ചെയ്ത് രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ ഒരു സുന്നത്ത് നമുക്ക് പതിവാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ചൊല്ലിയിട്ട് രണ്ട് കൈയിലേക്ക് ഊതിയിട്ട് സുമ്മ യംസഹു ബിഹിമാ മസ്തതഅ മിൻ ജസ്ദിഹി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയിട്ടാണ് ഉറങ്ങാറുള്ളത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫഖദ് വഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാരിഉ സൂറത്തുൽ ഇഖ്ലാസ് ബിഖസ്രിൻ ഫിൽ ജന്ന, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ട് അത് പാരായണം ചെയ്യുന്നവന് അള്ളാഹു സ്വർഗത്തിൽ വലിയ കൊട്ടാരം അള്ളാഹു നൽകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, യസ്തജീബുല്ലാഹു തആല ലിദ്ദാഇ, ദുആ ചെയ്യുമ്പോൾ നമ്മളൊക്കെ അൽ ഫാത്തിഹ വിളിച്ച് ഫാത്തിഹ ഓതി 3 ഖുൽ ഹുവല്ലാഹു ഓതാറുണ്ടല്ലോ, അല്ലെങ്കിൽ 7 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാറുണ്ടല്ലോ. അതെന്താണ്? ഫഖദ് സബത നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ദുആ ബിസൂറത്തുൽ ഇഖ്ലാസ് മുസ്തജാബ്, ദുആഇന്റെ മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അതിന് ഉത്തരമുള്ളതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ സൂറത്തുൽ ഇഖ്ലാസിന് ഒരുപാട് പേരുണ്ട്. നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദിനെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേരുണ്ട്. സൂറത്തു തജ്രീദ്, സൂറത്തു തഫ്രീദ്, സൂറത്തു തൗഹീദ്, സൂറത്തു നജാത്ത്, വലിയ പ്രതിഫലമാണ്. നജാത്തും മിനൽ കുഫ്രി ഫിദ് ദുനിയ വമിൻ അദാബി ജഹന്നമ ഫിൽ ആഖിറ
ദുനിയാവിൽ നിന്ന് കാഫിറാവുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷയാണത് പാരായണം ചെയ്യുന്നവന്, ഇത് പതിവാക്കുന്നവന്. എന്ന് മാത്രമല്ല, ഒമിൻ അദാബി ജഹന്നമ ഫിൽ ആഖിറ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അവൻ ആഖിറത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തും ഇത് പാരായണം ചെയ്യുന്നവർക്ക്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവന് ദാരിദ്ര്യം ജീവിതത്തിൽ അവന് വരില്ല. ഖബറിൻ്റെ ഇടുക്കിൽ നിന്ന് ഉയർക്കിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തും. അവൻ മരിച്ചാൽ റഹ്മത്തിൻ്റെ മാലാഖമാരുടെ അകമ്പടി അവനുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. സമീഅത്തു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് നാം കേട്ടി കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി തബൂക്ക്. മഹാനവറുകൾ പറയാണ്, അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ തബൂക്കിൽ ഇരിക്കുകയായിരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് ഫത്വലഅത്തി ശംസു ബിശുആഇൻ വളിയാഇൻ വനൂരിൻ ലം നറഹാ മാ ത്വലഅത് ബിഹി ഫീമാ മളാ. അന്നത്തെ ദിവസം പതിവിലേറെ തെളിച്ചവും വെളിച്ചവുമായി വലിയ പ്രകാശവുമായി സൂര്യൻ ഉദിക്കുന്നത് കണ്ടു. ഇത്രയും വെളിച്ചത്തിൽ സൂര്യൻ ഉദിച്ച് മുമ്പ് കണ്ടിട്ടില്ല. ഫഅതാ ജിബ്രീലു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, യാ ജിബ്രീൽ, ജിബ്രീലേ, മാലി അറ ശംസൽ യൗമ ബിളിയാഇൻ വനൂരിൻ വശുആഇൻ ലം അറഹാ ത്വലഅത് ബിഹി ഫീമാ മളാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കും, അർലാ മശാ ജിബ്രീലു ഫീ അർസാതിഹാ അല്ലാഹു ശറഫ അർളഹാ വസമാഅഹാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുക, ജിബ്രീലേ, ഇന്നെന്താണ് എന്നുമില്ലാത്ത വലിയ തെളിച്ചത്തോടുകൂടെ, വെളിച്ചത്തോടുകൂടെ, പ്രകാശത്തോടുകൂടെ ഇന്ന് സൂര്യൻ നല്ല ഉദിക്കുന്നുണ്ടല്ലോ, ഇതിനൊരു കാരണം എന്താ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നദാക മുആവിയത്തുൽ ലൈസിയു മാത ബിൽ മദീന. ഇന്ന് അല്ലയോ, ഇന്നത്തെ ദിവസം മുആവിയത്തുൽ ലൈസിയെ മദീനയിൽ മരണപ്പെട്ടിരിക്കുന്നു. ആ മുആവിയത്തുൽ ലൈസിയുടെ ജനാസയിൽ പങ്കെടുക്കാൻ ബഅസല്ലാഹു 70,000 മലക്കിൻ, അല്ലാഹു 70,000 മലക്കുകൾ അയച്ചിട്ടുണ്ടെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറയുകയുണ്ടായി. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇരിക്കുകയാണല്ലോ. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്താണ് മുആവിയത്തുൽ ലൈസി ഇത്രയും 70,000 മലായിക്കത്തിന് അവരെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി അയക്കാൻ കാരണം എന്താണ്? അവർ ചെയ്തിരുന്ന ഗുണം എന്താണ്? ആ കാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, കാന യുക്സിറു ഖുൽ ഹുവല്ലാഹു അഹദ് ഫിൽ ലൈലി വന്നഹാരി വഖിയാമിഹി വഖുഊദിഹി. അവർ ചെയ്തിരുന്നൊരു ഗുണം പറയുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ. ആ മുആവിയത്തുൽ ലൈസിയെ എല്ലാ സമയവും, രാത്രിയും പകലും, നൃത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ ഒഴിവ് കിട്ടുന്ന സമയം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ഇഖ്ലാസ് സൂറത്ത് ഓതാറുണ്ട്. അത് വർദ്ധിപ്പിച്ചൊരു ഒറ്റ കാരണം കൊണ്ടാണ് മഹാനായ മുആവിയത്തുൽ ലൈസി റളിയല്ലാഹു അൻഹുവിന് ഇത്രയും വലിയ മഹത്വം കിട്ടാനുള്ള കാരണമെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിക്കുകയുണ്ടായി. നമുക്കത് വർദ്ധിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.